വിആറിനിപ്പം ഊരാളുങ്കലിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ് എന്ന് കരുതി എല്ലാ പരിപാടിയും ഊരാളുങ്കൽ കൊടുക്കണോ? അവിടെയും ശബരിമല വരുമ്പോൾ അവിടെ ഇവന്റുമാനും ഊരാളുങ്കൽ, വയനാട് ഊരാളുങ്കൽ, സർക്കാരിൻ്റെ എവിടെ പദ്ധതി ഉണ്ടെങ്കിൽ അതെല്ലാം ഊരാളുങ്കൽ. ഊരാളുങ്കൽ മാത്രമേ ഉള്ളോ എന്നൊരു ചോദ്യം നിങ്ങൾ കുറച്ചുകൂടി ശക്തമായി ഉന്നയിക്കണ്ടേ? ഊരാളുങ്കലിന് ഈ പറയുന്ന എന്താണ് ടെൻഡർ അല്ലാതെ കൊടുക്കാൻ ഉത്തരവിറക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞാലും. അതിലേക്ക് ഞാൻ വരാം ഹാഷ്മി. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഹാഷ്മി മിടുക്കനാണ് എന്ന് പറയുന്നതിലൊക്കെ വലിയ പ്രശ്നമുണ്ടെന്ന്. അദ്ദേഹം ഹാഷ്മിയെ പ്രകീർത്തിക്കുന്നതിലൊരു പ്രശ്നമില്ല. ഹാഷ്മി മിടുക്കനാണ്, ഹാഷ്മി സുന്ദരനാണ്, ഹാഷ്മിക്ക് ഒടുക്കത്തെ ഗ്ലാമറാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ എതിർക്കുന്നവനാണെങ്കിലും ഹാഷ്മി മിടുക്കനാണ്, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി എന്ന് പറയുന്ന പോലെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നും. അതാണ് പ്രശ്നം. പിന്നെ അദ്ദേഹം അതിനു മുമ്പ് ഇവിടെ പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കണം എന്ന് പറയുന്നതുകൊണ്ടാണ് വയനാടിനെ കുറിച്ചൊന്നും പറയാത്തത്. അദ്ദേഹം പറയുന്നത് എന്താ, അണ്ണൻ പൈസ തരും എന്ന് പറഞ്ഞ് ചായക്കടക്കാരൻ്റെ കേസുകാരുടെ കാര്യമാണല്ലോ പറയുന്നത്. കാശ് കൊടുത്ത ചായയുടെ കാശ് DYFI പിരിച്ചു കൊടുത്തു എന്നാണ് ഒരു വാദത്തിന് വേണ്ടി അതൊക്കെ സമ്മതിച്ചു എന്ന് വെക്കുക. നിങ്ങൾ ഈ KSUക്കാരുടെ ചായയുടെ പൈസ പിരിച്ചു കൊടുക്കുന്ന DYFIക്കാരൻ്റെ ചോരയുടെ പണം അടിച്ചു മാറ്റിയത് തിരിച്ചു കൊടുക്കണം മിസ്റ്റർ. ധൻരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയെന്ന് പറയുന്നത് തെരുവിൽ ചായക്കട നടത്തുന്ന ആളല്ല, നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ ആളാ. അപ്പൊ അത്തരം വർത്തമാനങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു KSUക്കാരെ കുറിച്ച് ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പകരം നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ കമ്മിറ്റി, നിങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഘടകം, നിങ്ങളുടെ രക്തസാക്ഷിയുടെ ചോരയുടെ പൈസ പറ്റുന്നവരാ. KSUക്കാരന്റെ ചായയുടെ പൈസ പറ്റുന്നതിന് മുമ്പ് DYFIക്കാരന്റെ ചോരയുടെ പണം പറ്റിയ ബ്ലഡ് മണി തിരിച്ചു കൊടുത്തിട്ട് ഈ വർത്തമാനം പറയണം മിസ്റ്റർ. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓരോ വിഷയം ചർച്ചയ്ക്ക് അതിനനുസരിച്ച് പറയുകയാണെങ്കിൽ പറയാം. വിസ്താര ഭയം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ സംഘപരിവാറിന്റെ സുഹൃത്ത് എന്താ പറയുന്നത്, ബഹുമാന്യനായ BJP പ്രതിനിധി പറയുന്നത് എന്താ, അദ്ദേഹത്തിന് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചൊക്കെ വലിയ പരാതിയുണ്ട്. പക്ഷെ അങ്ങനെ പരാതിയുള്ള BJPക്കാരൻ, സംഘപരിവാറുകാരൻ, നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ സംഘപരിവാറുകാരുടെ ആരാധ്യ പുരുഷനായ യോഗി ആദിത്യനാഥ് ആ വേദിയിലേക്ക് വരുമ്പോ നിങ്ങൾ പറയണ്ടേ, സാർ നമ്മളെ പരിഗണിക്കുന്നില്ല, വിശ്വാസികൾക്ക് എതിരാണ്, അങ്ങ് പോകാൻ പാടില്ല എന്ന നിലപാടെടുക്കണ്ടേ? അപ്പൊ നിങ്ങളൊക്കെ തട്ടിപ്പാണെന്നേ. ഇക്കാര്യത്തിൽ ഒരേ അജണ്ടയാണുള്ളത്. യോഗിയുടെ കത്ത് വായിച്ചതേ ഉള്ളൂ. യോഗിയുടെ കത്ത് വായിക്കുമ്പോ കത്ത് കൊടുക്കരുതെന്ന് പറയണ്ടേ? അല്ല, യോഗിയുടെ കത്ത് കൊടുക്കുമ്പോ ഞങ്ങളത് ബഹിഷ്കരിക്കുന്ന പരിപാടിയാണ്. ഈ യോഗി എന്ന് പറയുന്നത് ഇവരുടെ ആരാ? യോഗിയുടെ സാന്നിധ്യം വിർച്വലായോ അല്ലെങ്കിൽ നേരിട്ടുള്ള സാന്നിധ്യത്തെ സംഘപരിവാർ പോയി പറയണ്ടേ? അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു നിലപാടില്ലാന്നേ. അതല്ല, എല്ലാ മുഖ്യമന്ത്രിമാരെ വിളിച്ച കൂട്ടത്തിൽ എല്ലാവരും സന്ദേശം അയച്ച കത്ത് വായിച്ചത് യോഗിയുടെയും ഒന്ന് രണ്ട് പേർ മാത്രം വായിച്ച എന്തുകൊണ്ടാണ് പറയുന്നത് വാസവന? അത് PR ശിവശങ്കർ അല്ല പറയണ്ടേ? അല്ല, കത്ത് കൊടുക്കുമ്പോൾ അല്ല, അത് BJPക്കുള്ള രാഷ്ട്രീയമായ എതിർപ്പ് പറയണ്ടേ? പിന്നെ ഇവരെ വിശ്വാസികളുടെ കുത്തക അവകാശപ്പെടുന്ന ആളുകൾ, ഇവരിവിടെ ബാബറി മസ്ജിദ് പൊളിച്ച് ഉണ്ടാക്കിയ രാമക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ പോലും വലിയ അഴിമതി നടത്തിയെന്നുള്ള ആക്ഷേപം അവിടുത്തെ പൂജാരികൾ ഉന്നയിച്ച ആളുകളാണ്. അപ്പൊ നിങ്ങളങ്ങനെ വിശ്വാസികളുടെ കുത്തകയൊന്നും അവകാശപ്പെടേണ്ട. CPMുമായി ഇത്തരം ചില അഡ്ജസ്റ്റ്മെന്റുകൾ നീക്കുപോകുകൾ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി നടത്താമെങ്കിൽ നടത്തിക്കോ എന്നതിനപ്പുറം വിശ്വാസം അവർക്ക് എന്താ ഞങ്ങളോടുള്ള പ്രശ്നം? BJPയുടെ പ്രശ്നം വിശ്വാസത്തെ സംഘപരിവാറിന് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാ. ഹാഷ്മി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ശബരിമല സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇവർ വിശ്വാസികളുടെ കുത്തക അവകാശപ്പെടുന്ന ആളല്ലേ? ഇവരെ എന്തെങ്കിലും സമരം നടത്തി ജയിലിൽ പോകുന്ന തരത്തിലുള്ള എന്തെങ്കിലും സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ടോ? കാരണം അങ്ങനെ CPMനെ ഈ വിഷയത്തിൽ ക്ഷീണിപ്പിക്കാൻ BJP ആഗ്രഹിക്കുന്നില്ലെന്നേ, CPMനെ എതിർക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ലെന്നേ. ഒന്ന് രണ്ട് ഇപ്പോൾ പോലും രാജീവ് ചന്ദ്രശേഖരൻ എന്താ പറഞ്ഞത്, തുടർഭരണം വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു നടക്കാണ് BJPക്കാർ. അപ്പൊ കൃത്യമായ രാഷ്ട്രീയമായ അന്തർധാര അവിടെ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ ഞങ്ങളുടെ ആളുകളെ കുറിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊടുക്ക്, അന്വേഷിക്ക്. ഞങ്ങളിവിടൊന്നും ഒളിച്ചു പോകുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് CPMന്റെ ഈ സമീപനത്തോട് രാഷ്ട്രീയമായി BJPക്ക് വിയോജിപ്പുണ്ടോ? നിങ്ങൾ ഈ വിഷയത്തിൽ എന്തൊക്കെ സമരം നടത്തി ജയിലിൽ പോയിട്ടുണ്ടോ? ഇതിനെ എതിർത്തത് ആര് എന്നൊക്കെ കേരളത്തിലെ സമൂഹം ഇതാക്കാണ്. നിങ്ങൾ ഇപ്പോഴെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയ്യപ്പ സന്നിധ അല്ല, ഞാനൊരു കാര്യം പറയാം. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സൃഷ്ടിപരമായ ഒരു അജണ്ട സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുണ്ടോ? ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലുള്ളവർ ബാബർ സന്നിധാനം അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞത് VHPയുടെ സംസ്ഥാന പ്രസിഡന്റാ. ബഹുമാനായ ശിവശങ്കറിന്റെ നിലപാടുണ്ടോ? ഇല്ലല്ലോ, അടിച്ചു പൊളിക്കാൻ അങ്ങോട്ട് ആര് കയറും? അങ്ങോട്ട് കയറി അത് സമ്മതിക്കുവാണോ? അടിച്ചു പൊളിക്കാനുള്ള ലക്ഷ്യമായിട്ട് അങ്ങോട്ട് ആര് കയറും? കയറ്റിവിടുവോ താഴെ നോക്കോട്ട്? അത് ചുമ്മാ പറയുന്നതാണേ. അതൊന്നും അവർ വിചാരിച്ച് നടക്കില്ല അവിടെ.
നമ്മുടെ ശബരിമലയല്ലേ, അത് ചുമ്മാ നടക്കില്ല. പറയുന്നതാണെങ്കിലും ഈ BJP-ക്കാരുടെ അജണ്ടയാണെന്നേ. ഓക്കെ, അല്ല, വാവറില്ലെങ്കിൽ അയ്യപ്പനുണ്ടോ ഹാഷ്മി? ശരി. ഇവര് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.